കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തെ അറക്കൽ കിങ്ഡം കുറിച്ചുള്ള 3 മിനിറ്റ് പ്രസംഗരൂപം താഴെ നൽകുന്നു. പ്രസംഗം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം അറക്കൽ സ്വരൂപം. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ തികച്ചും സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് അറക്കൽ രാജവംശം. കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശമാണ് ഇത്. കണ്ണൂർ കേന്ദ്രമാക്കിയാണ് അറക്കൽ രാജകുടുംബം ഭരണം നടത്തിയിരുന്നത്. 1. രാജവംശത്തിന്റെ ഉത്ഭവം. അറക്കൽ രാജവംശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത ചരിത്ര നിരീക്ഷണങ്ങളുണ്ട്. കോലത്തിരി ചിറക്കൽ രാജവംശത്തിലെ ഒരു രാജകുമാരി ഇസ്ലാം മതം സ്വീകരിക്കുകയും ഒരു മുസ്ലിം പ്രമുഖനെ വിവാഹം കഴിക്കുകയും ചെയ്തതിനെ തുടർന്ന് രൂപം കൊണ്ടതാണ് ഈ രാജവംശം എന്നാണ് പ്രമുഖ ചരിത്രമതം. കോലത്തിരി രാജാവിന്റെ മന്ത്രിയായിരുന്ന അരയൻ കുളങ്ങര നായർ ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചതോടെയാണ് ഈ വംശം ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു. 2. സവിശേഷതകൾ. മരുമക്കത്തായവും സ്ത്രീഭരണവും. മുസ്ലിം ലോകത്ത് അപൂർവമായി മാത്രം കാണുന്ന ചില പ്രത്യേകതകൾ അറക്കൽ രാജവംശത്തിനുണ്ടായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം. കേരളത്തിലെ മറ്റ് രാജവംശങ്ങളെ പോലെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് ഭരണം കൈമാറുന്ന മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവർ പിന്തുടർന്നത്. സ്ത്രീഭരണം. അറക്കൽ ബീവി. തറവാട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തി സ്ത്രീയാണെങ്കിൽ അവരാണ് ഭരണാധികാരിയാവുക. അവർ അറക്കൽ ബീവി എന്നറിയപ്പെട്ടു. പുരുഷനാണ് ഭരണാധികാരിയെങ്കിൽ അലി രാജ എന്നും അറിയപ്പെട്ടു. 3. നാവിക ശക്തിയും ലക്ഷദ്വീപ് ഭരണവും. അറക്കൽ രാജാക്കന്മാർ ശക്തരായ നാവിക പടയാളികളും കച്ചവടക്കാരുമായിരുന്നു. അറബിക്കടലിലെ വ്യാപാരത്തിൽ ഇവർക്ക് വലിയ ആധിപത്യമുണ്ടായിരുന്നു. ലക്ഷദ്വീപ് ദ്വീപസമൂഹം അറക്കൽ രാജവംശത്തിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുമായുള്ള കരാറുകളിലൂടെയാണ് ലക്ഷദ്വീപിന്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ നിന്ന് മാറുന്നത്. സമാപനം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അറക്കൽ വംശത്തിന്റെ രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടമായെങ്കിലും മലബാറിലെ നാവിക വാണിജ്യത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും മതസൗഹാർദ്ദത്തിനും വലിയ സംഭാവന നൽകിയ അറക്കൽ രാജവംശം കേരള ചരിത്രത്തിലെ തിളക്കമുള്ള അധ്യായമാണ്. നന്ദി.